ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജയം ജനി. കുറെ ആളുകൾ പറയുന്നത് എബ്രഹാം മോസ്ലറിൽ മമ്മൂക്ക ഇല്ല എന്നാണ്. ജയറാമേട്ടന്റെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും. പിന്നെ വേറെ കുറെ അപ്ഡേറ്റുകളൊക്കെ പറയുന്നത് മമ്മൂക്ക ഉണ്ടോ, മമ്മൂക്ക ഇല്ലേ. കുറെ ആൾക്കാർ എന്റെ വീഡിയോ ചെയ്യുന്നുണ്ട്, പല ആളുകൾ അത് വലിയ ചർച്ചയാക്കുന്നുണ്ട്. ഒരു പോസ്റ്റിന്റെ താഴെ പോലും മമ്മൂക്ക ഉണ്ടോ, മമ്മൂക്ക ഇല്ലേ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ട്രെയിലറിൽ വന്നിട്ടുള്ള വോയിസ് ഡെവിൾസ് ഓൾട്ടർനേറ്റീവ് എന്ന് ലാസ്റ്റ് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാനത് നോട്ടീസ് ചെയ്തിട്ടില്ലായിരുന്നു, കാരണം ഞാൻ ആ ട്രെയിലർ ഭയങ്കര രസമായിരുന്നു. പിന്നെ സിദ്ദീഖിന്റെ വോയിസ് ഇങ്ങനെ ഒരു ആ ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പൊ പെട്ടെന്ന് ആ ഒരു വോയിസ് പെട്ടെന്ന് ചേഞ്ച് വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷെ കൊടും ആരാധകരായ ആളുകൾ അത് നോട്ട് ചെയ്തിട്ടുണ്ട്, എന്നോട് പറയുകയും ചെയ്തു. ഞാൻ എടുത്ത് കേട്ടപ്പോൾ കറക്റ്റാണ്, മമ്മൂക്കേന്റെ വോയിസ് ആണ്. പക്ഷെ എന്നിട്ടും ജയറാമിന്റെ ഇന്റർവ്യൂവിന് ശേഷം വന്നപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് ഉണ്ടോ അറിയില്ല, ഞാൻ ഇത്ര ദിവസം ഷൂട്ട് ചെയ്തിട്ട് കണ്ടിട്ടില്ല. ഒരു പക്ഷെ ശരിയായിരിക്കും, അന്ന് കാണാത്തോണ്ടായിരിക്കും, പിന്നെ ഉണ്ടോ നമുക്ക് അറിയില്ലല്ലോ. സോ ആക്ച്വലി മമ്മൂക്ക ഈ സിനിമയിൽ ഉണ്ടോ, എന്താണ് സംഭവം നമുക്ക് നോക്കാം. PK ട്രോൾസിന്റെ ട്രോൾ വന്നിട്ടുണ്ട്, അപ്പൊ ഏകദേശം ഉത്തരം ഇതാവും. ഓക്കെ, റെഡി. ഈ വർഷത്തെ വൺ ഓഫ് ദ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് പടമാണ് നമ്മുടെ സ്വന്തം ജയറാമേട്ടന്റെ ഓസ്ലർ. ഞാനും താനുമെല്ലാം ഒരേ തൂവൽ പക്ഷികളാണോ. We are dead men walking, broken, cursed, forgotten. എവനാള് കൊള്ളാവല്ലടാ. പറഞ്ഞു കേട്ടതിലും ഗംഭീരം, അത്യുഗ്രൻ. Kind of strange, അല്ലേ? Maybe Anything can happen to anyone, anytime. നീ നോക്കിയിട്ട് മാത്രമല്ല, എനിക്ക് ഇദ്ദേഹത്തെ കണ്ടപ്പോൾ അങ്ങനെയാ തോന്നിയത്. എന്താ മൂഡ് സാധനം, ഭയങ്കരമായിട്ട് നമ്മളെങ്ങനെ പിടിച്ചിരുത്തുന്ന ഒരു ത്രില്ലർ സാധനം തന്നെ കേട്ടോ. അതെ, എന്റെ മനസ്സ് പറയുന്നു ഇതൊരു ഒന്നൊന്നര അമ്പാടിയിലേക്കുള്ള കൃഷ്ണന്റെ വരവ് പോലെ ആണല്ലോ അവന്റെ എഴുന്നള്ളത്ത്. നാടളകിയിരിക്കല്ലേ. തന്റെ വരവ് നാടറിഞ്ഞു, നാട്ടുകാരറിഞ്ഞു, ഒന്ന് കീടുങ്ങി. സ്വീകരിക്കണം നമുക്കവനെ കൊട്ടും കൊരവയുമായി. എന്റെ കൂടെ ഞങ്ങളുണ്ടാ. പഴയ ഒരു ഉഷാറ് വന്ന പോലെ. അപ്പൊ വിളിക്കാനുള്ളവരൊക്കെ വിളിക്ക്, പറയാനുള്ളവരോടൊക്കെ പറയും. നടക്കട്ടെ കാര്യങ്ങൾ നല്ല ഞെരിപ്പായിട്ട്. മിഥുൻ മാനുവൽ തോമസ് മനുഷ്യനാണ്. ഇതിനെ കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെ കുറിച്ചാ മിഥുൻ വന്നിട്ട് ഫസ്റ്റ് ഡേ ക്യാമറയ്ക്ക് മുമ്പ് വന്നപ്പോ നോ ജയറാം മിഥുൻ ഇങ്ങനെ സംസാരിക്കാം. നോ ജയറാം, ഇതുവരെക്കുള്ള മാച്ച് കളയണം, പുതിയ ആളായിരിക്കണം നോട്ടത്തിൽ നടത്തും. ശരി, ഒന്ന് പറഞ്ഞു തന്നാൽ മതി, അതുപോലെ ഞാൻ ചെയ്യും. നീ ആള് കൊള്ളാമല്ലോ. അതാണ് എന്റെ കണ്ടീഷൻ. ഓ, രാമനാഥൻ അതും വശമുണ്ടോ? കാരണം എല്ലാം ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ അങ്ങനെ പറയുന്നത്. ഇതെല്ലാം വേറൊരു സാധനം ഉണ്ടായിരുന്നു, മറ്റേ നമ്മുടെ സലാം കാശ്മീരില് ഏറിൽ അന്ന് കരുതാ, പിന്നെ ഇറങ്ങിയിട്ടില്ല. ഓർത്തോർത്തും കാണുമ്പോ ചിരിക്കാറുണ്ട്. എന്റെ മോനെ എന്നെ കാണിച്ചു തരാറ്. അപ്പൊ ഇത് കണ്ടിട്ടുണ്ട്. മോനെ ഷേവ് ചെയ്തു, പക്ഷെ മുറിയരുത്. നമ്മളത് റിയൽ ലൈഫിൽ ഒരുപാട് സമയത്ത് ഉപയോഗിക്കാറുണ്ട്. ഞാൻ ഈ കുറച്ചു നേരം ജയറാമനെ പോലെ നിക്കാം. എന്റെ തടി ചീത്തയായാലും നീ നല്ല പേരെടുത്തല്ല, അത് മതി. ഒരു രഹസ്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ഒരു ലൊക്കേഷൻ സ്റ്റില്ല് കണ്ടല്ലോ ഒരാളുള്ളത്. നീ അറിഞ്ഞ ഞാൻ പെട്ടു. മമ്മൂക്കയുള്ള കണ്ടോ? പൊന്നോ, ഞാനുള്ള ദിവസം ഉണ്ടായിട്ടില്ല, ഇനി വേറെ ദിവസം വന്ന് അഭിനയിച്ചിട്ട് പോയി അറിഞ്ഞൂടാ. ഞാനുള്ള ദിവസം വന്നിട്ടില്ല, കണ്ടിട്ടുമില്ല. ഞങ്ങൾ വിശ്വസിക്കണമായിരിക്കും. അതെ, ഞാൻ 54 ദിവസം സെറ്റിൽ ഉണ്ടായിരുന്നു, അന്നൊന്നും കണ്ടിട്ടില്ല. സത്യമാണ്. ഈ സിനിമ ഹിറ്റായി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്നുകൂടെ ജയറാമേട്ടൻ്റെ അടുത്ത് വരും കേട്ടോ, ഇന്റർവ്യൂ ചോദിച്ച്. ഞാൻ മൂപ്പരെ കാണാതിരിക്കും, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ ഇനി ആരും സൂത്രം കാണിച്ചു കേട്ടാ. നമ്മുടെ ശാപമോക്ഷത്തിനായി ഒടുക്കം ചെകുത്താൻ തന്നെ നേരിട്ട് ഇറങ്ങിയാലോ. അയാളുടെ കയ്യിലുണ്ടെങ്കിലും
devil's alternative. മമ്മൂക്കയുള്ള കണ്ടോ ഞാനുള്ള ദിവസം ഉണ്ടായിട്ടില്ല, ഇനി വേറെ ദിവസം വന്ന് അഭിനയിച്ചിട്ട് പോയോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അയാളുടെ കയ്യിലുണ്ടെങ്കിലും ഒരു devil's alternative. നമ്പർ കൊള്ളായിരുന്നു, പക്ഷെ ബാക്കിലിരിക്കുന്ന സഹോദരന്റെ ടൈമിംഗ് തെറ്റിപ്പോയി. വീണ്ടും എനിക്കൊരു രഹസ്യം പറയാനുണ്ട്. നമ്മൾ 4 പേരല്ലാതെ മൂന്നാമതൊരാൾ ഇതറിയരുത്. പറയൂ. കഥയിൽ പ്രതീക്ഷിക്കാത്ത, തിരക്കഥയിൽ പ്രതീക്ഷിക്കാത്ത, ആഖ്യാനത്തിൽ പ്രതീക്ഷിക്കാത്ത സർപ്രൈസ് എലിമെന്റ് ഈ ചിത്രത്തിലുണ്ട്. ഓസ്ലറിനായി എന്തുകൊണ്ട് ടിക്കറ്റ് എടുക്കണം? എന്തുകൊണ്ട് ടിക്കറ്റ് എടുക്കണമെന്ന് ചോദിച്ചാൽ Fasten your seat belts and get ready for surprises. അതെന്താണെന്ന് ഇനി ചോദിക്കരുത്. ഒന്ന് ടിക്കറ്റ് എടുത്ത് നോക്ക്. ഏതാലേ ഇക്ക മമ്മൂക്ക. സോ ഇവര് ഞാൻ ആലോചിക്കണത് ഇത് ഓൾറെഡി മമ്മൂക്ക ഇതിലൊരു ഗസ്റ്റ് റോൾ ഉണ്ട് എന്നുള്ളത് കുറേ ആയിട്ട് ഇത് പല കാര്യങ്ങളും പല ഭാഗത്തും ലീക്കായി, ഇത് വലിയ വലിയ ന്യൂസായി, സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ ചർച്ചകളായി. ഒരുപാട് ആളുകൾ കൺഫേം ചെയ്ത് ഇന്നാളെന്ന് പറയുന്നില്ലെങ്കിൽ പോലും പല വീഡിയോയിലും ഇപ്പോൾ റിവ്യൂസ് ആണെങ്കിലും അല്ലാണ്ട് അപ്ഡേറ്റ് വീഡിയോസ് ആണെങ്കിലും അതിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ ഇവരിപ്പോ എന്തിനാ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നതെന്നാണ് എനിക്കറിയത്തില്ല. ഇനിയിപ്പോ ഒരു പക്ഷേ ആരെങ്കിലും ഒക്കെ പ്രതീക്ഷിക്കാതെ പോയിട്ട് ചിലപ്പോ ഉണ്ടല്ലോ നമുക്ക് വരുന്ന ആ ഒരു സംഭവം അത്രമാത്രം ഒരു എന്താ പറയാ അത്രയും ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മൊമെന്റിൽ വരുന്നതോ അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോളിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ വരുന്നത്. അതുകൊണ്ടായിരിക്കാം ഇപ്പൊ കുറെ ആൾക്കാർ ഇപ്പൊ പറയുന്നുണ്ട് വില്ലൻ ഇനി മൂപ്പരാണോ, കാരണം സിദ്ദീഖിന്റെ വോയിസ് മുഴുവൻ ഇങ്ങനെ കൊടുത്ത് നമ്മൾ കേൾക്കുമ്പോൾ ട്രെയിലർ കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് സിദ്ദീഖിന് ഇതിൽ നെഗറ്റീവ് റോൾ ചെയ്യുന്നതാണ്. പക്ഷെ അങ്ങനെ വിചാരിക്കുമ്പോൾ ഒരു ടെസ്റ്റ് ആയിട്ട് ഇനി പുള്ളിക്കാരൻ മമ്മൂക്ക ഒരു വില്ലൻ റോൾ ചെയ്യും. പക്ഷെ മമ്മൂക്കൊക്കെ അങ്ങനെ വില്ലൻ റോൾ ചെയ്യും. അതുകൊണ്ട് പൃഥ്വിരാജ് പറഞ്ഞ പോലെ ലാലേട്ടനെ മമ്മൂക്കനൊക്കെ വില്ലനാക്കി പടം ചെയ്യണമെങ്കിൽ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു വില്ലൻ സംഭവം, ഒരു നായകന്റെ മുകളിൽ നിൽക്കുന്ന ഒരു വില്ലനെ എഴുതി ഉണ്ടാക്കാൻ കഥക്ക് സാധിക്കണം. സോ ഒരു ചെറിയൊരു എന്താ പറയാ ചെറിയൊരു ക്യാമിയോ റോളിൽ മാത്രം വന്നിട്ട് അങ്ങനെ കയറി പിടിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഈ വിക്രമില് നമ്മുടെ എന്താ പറയാ റോളക്സ് വന്ന പോലെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അതൊക്കെ പോസിബിൾ ആണെന്ന് തോന്നുന്നില്ല. ഒരൊറ്റ സിനിമയിൽ സെക്കൻഡ് പാർട്ടൊന്നും അല്ലാത്ത ഒരൊറ്റ സിനിമയായിട്ട് അവർ സ്റ്റാൻഡ് അലോൺ മൂവി ആണെങ്കിൽ ഇനി അത് കണ്ടറിയന്നെ വേണം. പക്ഷെ മമ്മൂക്ക് ഇല്ലാന്ന് നിങ്ങൾ ആ വോയിസ് പറഞ്ഞിട്ട് ഇനിയിപ്പോ വില്ലനായിട്ടുള്ള സിദ്ദീഖ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരാളാണ് വില്ലൻ, അവർ സിദ്ദീഖിന്റെ വോയിസിൽ മമ്മൂക്കിന്റെ വോയിസിലൊക്കെ സംസാരിക്കുന്നതാണോ? ഇനിയിപ്പോ അങ്ങനെയൊക്കെയാണ് അവർ വിചാരിക്കുന്നത്. ചിലപ്പോ ജഗദീശ്വരൊക്കെ പറയുന്നത് ഭയങ്കര സർപ്രൈസ് എലമെന്റ് ഉണ്ടാവും. പക്ഷെ അതൊക്കെ ഇത് തന്നെയാണെന്നില്ല. എന്തായാലും മമ്മൂക്ക ഉണ്ട് തന്നെയാണ് ഞാനും അറിഞ്ഞിട്ടുള്ളത്. കാരണം ഇതേപോലെ നിങ്ങളൊക്കെ അറിഞ്ഞ പോലെ ഞാനും അറിഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ വോയിസ് പക്ക മമ്മൂക്കന്റെ വോയിസ് തന്നെയാണ്. നീ പറഞ്ഞ പോലെ ആരും മിമിക്രി ചെയ്തിട്ട് വല്ല സംഭവം ചെയ്തു വെച്ചെങ്കിൽ ഇപ്പൊ പോലീസുകാരനെ വിളിച്ചൊന്ന് പറ്റിക്കാൻ വേണ്ടി മമ്മൂക്കന്റെ വോയിസിൽ വില്ലിന് സംസാരിക്കുന്നു അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓക്കെ. അതല്ലാത്ത പക്ഷം അത് മമ്മൂക്ക തന്നെയാണ്. മമ്മൂക്ക ഉണ്ടാവുന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എനിക്കും ഉള്ളത്. പ്രധാനപ്പെട്ട പ്രതീക്ഷ 100% ഇതൊരു മിഥുൻ മാനുവൽ തോമസ് മൂവിയാണ് എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം ഒരു വലിയൊരു സംവിധാനമായിട്ട് വരുന്നു, അല്ലെങ്കിൽ വലിയൊരു കഥയായിട്ട് വരുന്നു എന്നുള്ളത് തന്നെയാണ്. പിന്നെ ചെറിയമ്മന്റെ കമ്പാക്ക് ഒക്കെ ഉണ്ട്. പക്ഷെ അതിന് മുകളിലുള്ള അത് മിഥുൻ മാനുവലിന്റെ സ്റ്റോറി അല്ലെങ്കിൽ ഡയറക്ഷൻ എന്നുള്ളതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ചെറാമേട്ടിന്റെ മുകളിൽ എന്നെ സംബന്ധിച്ച് മമ്മൂക്കന്റെ ക്യാമിയോ തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ ആ ഒരു പ്രതീക്ഷ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടായിരിക്കും എല്ലാവരും ഇങ്ങനെ പറയുന്നത്. എനിവേ മമ്മൂക്ക ഉണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ പറയും മമ്മൂക്ക ഇതിലുണ്ടോ ഇല്ലേ? അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ